സുമേ ഇതായിരുന്നു ദാസച്ചേട്ടനോ? കൊറേ ആലി വഴി വന്നിട്ട്. ലേശ ഓട്ടത്തിലായി പോയി സുമേ. അല്ല ഏണി ഉണ്ടോ ഇവിടെ? എന്റെ ചേട്ടാ ഒരു ഏണി. രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് ഏണി ആരേന്റെ അങ്ങ് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ അകത്തിരിപ്പുണ്ട്. എന്റെ സുമേ, സുകുമാരന്റെ ആ മൂക്കത്തെ കുണ്ടിക്ക് ആ ശുണ്ടിക്ക് ഇതുവരെ ഒരു മാറ്റമില്ല അല്ലേ? പൂവ രാവിലെ കൊടുത്ത ഇഡലിയുടെ ചമ്മന്തിയില് മുളകില് സ്വയം കയറി കടിച്ചിട്ട് കുറ്റം എന്റെ വീട്ടിലിരിക്കണം എന്റെ അപ്പൂപ്പന്. അങ്ങേരുടെ തലക്കെട്ടൊന്നും കൊടുത്തിട്ട് ജയിലിൽ പോയാലോ എന്ന് എന്റെ ആലോചന. അവിടെ ഇപ്പൊ ശമ്പളം കൂട്ടിയല്ലോ. ആ ബെസ്റ്റ്. താൻ അങ്ങോട്ട് അങ്ങോട്ട് കയറി കൊടുത്താ മതി. ദാസപ്പേട്ടോ, ഇപ്പൊ ജയിലിൽ കുറഞ്ഞത് 500-600 രൂപയുണ്ട് ഡെയിലി. ഒരു 30 ദിവസം ഞാൻ പണിയെടുത്താൽ എങ്ങനെ പോയാലും എനിക്കൊരു 15,000 രൂപ കിട്ടുമോ? അതും പോരാഞ്ഞ് അവിടെ താമസം, ഭക്ഷണം, ചികിത്സ എല്ലാം ഫ്രീ. ഇത് കൂടാണ്ടോ സെക്യൂരിറ്റി വരെ ഉണ്ട്. ഇവിടെയാണ് തയ്യൽ യൂണിറ്റ് നടത്തിയിട്ട് കടം മാത്രം മിച്ചം. സുമേ, നീ ഹിറ്റ്ലർ കേട്ടിട്ടുണ്ടോ? ഓ പിന്നെ മമ്മൂട്ടി പെങ്ങന്മാരല്ലേ, അറിയാലോ. അത്ര നിക്കണ ചക്കരമാവല്ലേ? ആ ഹിറ്റ്ലർ അല്ല, ജർമ്മനിയിലെ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലർ. അങ്ങേരുടെ മോശമായ ഭരണം നിലനിർത്താൻ വേണ്ടി ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ അങ്ങേരുടെ സുഹൃത്തായ ഗീബൽസ് ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു പുള്ളിക്ക്. ഇതൊക്കെ ആരാ ചേട്ടാ? ഇവരൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഗീബൽസ് പറഞ്ഞ സൂത്രം സിമ്പിളാണ്. അർദ്ധസത്യങ്ങളും നുണകളും പ്രചരിപ്പിക്കുക. നീ ഇപ്പൊ ഈ കേട്ട ജയിലിലെ വേതന വർധനവും അത്തരത്തിലൊന്നാണ്. അല്ല ചേട്ടാ, ഈ കാര്യത്തിൽ എന്ത് നുണയുള്ളത്? നീ അറിഞ്ഞതില് നുണയൊന്നുമില്ല, പക്ഷെ മുഴുവൻ സത്യവും പറയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കങ്ങോട്ട് മുഴുവനും കിട്ടുന്നില്ല ചേട്ടാ. സുമേ, നീ വിചാരിക്കുന്ന പോലെ ഈ വേതന വർധനവും മുഴുവനും ജയിലിൽ കിടക്കുന്ന പ്രതിക്കുള്ളതല്ല. അയാൾ കാരണം പ്രശ്നത്തിലായ ഇരകൾക്ക് ഒരു 30%, 50% അയാളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിലേക്കോ, ബാക്കി വരുന്ന ഒരു 20% അത് പ്രതിക്ക് ജയിലിൽ ഉപയോഗിക്കാം. അതിപ്പോ അവിടെ തന്നെ ആവശ്യങ്ങളുണ്ടല്ലോ, പേസ്റ്റോ ബ്രഷോ സോപ്പോ അങ്ങനെ എന്തിനെങ്കിലും, അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ പറഞ്ഞ തുക ഈ പ്രതികൾക്ക് എല്ലാവർക്കും കിട്ടില്ല. അതായത് നമ്മുടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കേരളത്തിൽ ജയിലിൽ കഴിയുന്ന ഏകദേശം 10,000 പേരിൽ ഒരു 3,000 പേർക്കോ മറ്റോ ആണ് അർഹതയുള്ളത്. എന്നാലും കാശ് കൊടുക്കുന്ന നമ്മുടെ സർക്കാർക്ക് ജനാവി നല്ല ദോഷം ചേട്ടാ. എന്റെ സുമേ, ഇത് ജയിൽ പുള്ളികൾ ഉണ്ടാക്കി വിൽക്കുന്ന ചപ്പാത്തി, ബിരിയാണി അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വിൽക്കുന്നില്ലേ, അതിൽ നിന്നാണ് ഈ തുകയൊക്കെ കണ്ടെത്തുന്നത്. അല്ലാതെ സർക്കാർ ഖജനാവിൽ നിന്നൊന്നുമല്ല. മനസ്സിലായോ? നിനക്ക് ഇനി ജയിലിൽ പോണോ സുമേ? അങ്ങനെയാണെങ്കിൽ ജയില് വേണ്ട ദാസം ചേട്ടാ. അയ്യോ, എന്റെ കുമാരേട്ടാ, ലേശം കഞ്ഞി എടുക്കട്ടെ.